മലപ്പുറം കാളികാവിലെ നരഭോജി കടുവയ്ക്ക് വേണ്ടിയുള്ള ദൗത്യത്തിൽ നിർണായക വഴിത്തിരിവ്. കടുവയുടെ ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞു. ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂറിനെ ആക്രമിച്ച സ്ഥലത്തിന് സമീപമാണ് കടുവ എത്തിയത്. ഇല്ല, അവിടെ കുങ്കിയാനല്ല, നമുക്ക് ഒരു ഒറ്റ ഫോട്ടോയെ വന്നിട്ടുള്ളൂ. നമ്മൾ കൂടുതൽ എക്സ്റ്റൻസീവായിട്ട് നമ്മൾ ആക്കാൻ വേണ്ടി പോവാണ്. അത് ഏരിയ കവർ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ പാരാമ്പുലേഷൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ രാവിലെ ഒരു പാരാമ്പുലേഷൻ കഴിഞ്ഞു, ഉച്ചയ്ക്ക് രണ്ടാമത്തെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സെയിം അടുത്ത ട്രാക്കിംഗ് തുടങ്ങുകയാണ്. ഇമേജ് അത് ഓൾറെഡി നമ്മുടെ ഡാറ്റാബേസിൽ അതാണ്. സൈലന്റ് വാലി എന്ന് പറഞ്ഞ ടൈഗറാണ്. സൈലന്റ് വാലി 1 എന്ന് പറഞ്ഞ ടൈഗറാണ്. അരുൺ അമൃത ചേരുന്ന വിവരങ്ങളുമായി. ഡോക്ടർ അരുൺ സഖറിയ പറഞ്ഞതുപോലെ ആ പ്രധാനപ്പെട്ട മേഖല കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണോ? മോത്തി, അത്തരത്തിൽ ദൗത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പുരോഗതിയാണ് ഈ 3-ാം ദിനത്തിൽ വരുന്നത്. ഇതുവരെ കടുവയുടെ സാന്നിധ്യം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അവിടെയാണ് കടുവയുടെ സാന്നിധ്യം എന്തായാലും ഉറപ്പാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഇത് സൈലന്റ് വാലി മേഖലയിൽ നിന്നുള്ള കടുവയാണ്, വനംവകുപ്പിന്റെ ഡാറ്റാ ലിസ്റ്റിലുള്ള കടുവയാണെന്നും വനംവകുപ്പ് തിരിച്ചറിഞ്ഞതായി ചീഫ് വെറ്ററിനറി സർജൻ അരുൺ സഖറിയ വ്യക്തമാക്കിയിരിക്കുന്നു. ഇനിയുള്ളത് കടുവയെ കൃത്യമായി ട്രാക്ക് ചെയ്യുക എന്നുള്ള നടപടിയാണ്. അത്തരത്തിലുള്ള ട്രാക്കിംഗ് നടപടികൾ തുടരും. ഈ മേഖല കേന്ദ്രീകരിച്ച് തന്നെ അത്തരത്തിലുള്ള പരിശോധനകൾ നടത്തും. ഇനി കടുവയെ കൃത്യമായി ട്രാക്ക് ചെയ്യണം. ഇന്നാലെ ദൗത്യത്തിൽ ഇനിയും മുന്നോട്ടേക്ക് കുങ്കി ആനകളെ ഉൾപ്പെടെ എത്തിക്കുന്ന കാര്യത്തിലേക്ക് തീരുമാനത്തിലെത്തേണ്ടതുള്ളൂ. ഇനി കടുവയെ ട്രാക്ക് ചെയ്യുക. എന്തായാലും കടുവയുടെ സാന്നിധ്യം ഉറപ്പിച്ചു കഴിഞ്ഞു. മേഖലയിൽ തന്നെ കടുവയുണ്ട് എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. അത് കേന്ദ്രീകരിച്ചുള്ള ദൗത്യമായിരിക്കും ഇനി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ വനംവകുപ്പ് DFOയെ സ്ഥലം മാറ്റിയതിൽ, നിലമ്പൂർ സൗത്ത് DFOയെ സ്ഥലം മാറ്റിയതിൽ അതൃപ്തിയും ഈ വെറ്ററിനറി സർജൻ അരുൺ സഖറിയ അറിയിക്കുന്നുണ്ട്. ദൗത്യത്തെ അത് പ്രതികൂലമായി ബാധിക്കും എന്നുള്ള കാര്യമാണ് അരുൺ സഖറിയ പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്തായാലും ദൗത്യം മുന്നോട്ട് തന്നെ പോവുകയാണ്. മോത്തി.